എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് മദർ കാൻഡിൽ സ്ട്രാറ്റജി എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ ഇൻസൈഡ് ബാർ സ്ട്രാറ്റജി എന്നും പറയും. രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ പറയപ്പെടുന്നുണ്ട്. ഒന്ന് മദർ കാൻഡിൽ സ്ട്രാറ്റജി, മറ്റത് ഇൻസൈഡ് ബാർ സ്ട്രാറ്റജി. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്താണ് മദർ കാൻഡിൽ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇൻസൈഡ് ബാർ കാൻഡിൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്? അതായത് നമ്മളിവിടെ ഈ പിക്ചറിൽ കാണുന്ന പോലെ ആദ്യം ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു, വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ വന്നിട്ടുണ്ട്. വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ അതിനുള്ളിലായിരിക്കണം, അതിൻ്റെ ഹൈ ലോ നമ്മൾ മാർക്ക് ചെയ്യുന്നു ആ ഗ്രീൻ ക്യാൻഡിലിൻ്റെ. അതിൻ്റെ ഉള്ളിൽ ചുരുങ്ങിയത് ഒരു 4 ക്യാൻഡിൽസ് എങ്കിലും ഉണ്ടായിരിക്കണം, ചുരുങ്ങിയത്, ഏറ്റവും ചുരുങ്ങിയത്. അതിനുശേഷം ഈ ഹൈ ആദ്യം വന്ന ക്യാൻഡിലിൻ്റെ ഹൈ അല്ലെങ്കിൽ ലോ ബ്രേക്ക് ചെയ്യുന്ന ക്യാൻഡിലാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. ഇവിടെ ശരിക്കും എൻട്രി വരുന്നത് ഇവിടെയാണ്. ഇവിടെ എൻട്രി എടുക്കുന്നു. നമ്മൾ ആദ്യം വന്ന ക്യാൻഡിൽ, അതായത് മദർ ക്യാൻഡിൽ, അതിൻ്റെ താഴെയാണ് നമുക്ക് SL വെക്കേണ്ടത്. ഇവിടെ SL വെക്കണം. ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ. ഈ എക്സാമ്പിൾ നോക്കിയാൽ നമുക്കറിയാം. ആദ്യം ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു, ഇവിടെ ഹൈയും ലോയും നമ്മൾ മാർക്ക് ചെയ്തു. ഇതിൻ്റെ ഹൈ ഇവിടെ, ഇത് എക്സാമ്പിൾ കാണിച്ചുകൊണ്ട് ഇത് 2 ക്യാൻഡിൽ മാത്രമേ ഉള്ളൂ. ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സക്സസ് റേറ്റ് കുറയും. ചുരുങ്ങിയത് ഒരു 4 ക്യാൻഡിലെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സക്സസ് റേറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് എക്സാമ്പിൾ കാണിക്കാൻ മാത്രമാണ് ഇങ്ങനെ ഒരു ചാർട്ട് എടുത്തിട്ടത്. ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തു, വേണ്ട എൻട്രി ഹൈ ബ്രേക്ക് പ്രീവിയസ് ബാർ, അവിടെയാണ് നമുക്കൊരു എൻട്രി ഉള്ളത്. ഇവിടെയാണ് നമുക്കൊരു എൻട്രി ഉള്ളത്. സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ് വെക്കേണ്ടത്. ഇതിൻ്റെ ലോണ് നമ്മൾ SL പോയിന്റ് വെക്കേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഒരു ഇൻസൈഡ് ബാർ അല്ലെങ്കിൽ മദർ ക്യാൻഡിൽ സ്ട്രാറ്റജിയുടെ ഒരു റൂള്. ഇതെങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് നമ്മളിതുണ്ട്. ദിസ് ഈസ് യൂസ് ടു ബി ഓൺലി വെൻ എ ബിഗ് ക്യാൻഡിൽ ഫോംഡ് വിത്ത് ബിഗ് ടൈൽ. അതായത് ബിഗ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നു, അത് ബിഗർ ക്യാൻഡിലിന് നമ്മൾ മദർ ക്യാൻഡിൽ എന്ന് പറയും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. നെക്സ്റ്റ് ഫ്യൂ ക്യാൻഡിൽസ്, അതായത് ചുരുങ്ങിയത് ഒരു 4 ക്യാൻഡിലെങ്കിലും വേണം. ഫ്യൂ ക്യാൻഡിൽസ് ഉദ്ദേശിക്കുന്ന 4 ക്യാൻഡിലെങ്കിലും അതിനെ കൺസിക്യൂട്ടായിട്ട് വരാം. അതായത് ആദ്യം ഇവിടെ ഒരു ക്യാൻഡിൽ വന്നു, അതിനുശേഷം 4 ക്യാൻഡിൽ ഹൈ ലോ ബ്രേക്ക് ചെയ്യാണ്ട് ഒരു 4 ക്യാൻഡിൽ ഇങ്ങനെ വന്നു. അതിനുശേഷം അടുത്ത ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു എൻട്രി. അതാണ് നമ്മൾ ഹൈ ഓർ ലോ ക്യാൻഡിൽ ഷോസ് കൺഫർമേഷൻ സ്ട്രാറ്റജി. അപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കും. അതാണ് ഇവിടെ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് പറയുന്നത്. അതായത് ഒരു റേഞ്ചിനുള്ളിൽ, ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു റേഞ്ചിനുള്ളിൽ, ഇതിൻ്റെ ലോജിക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് ഒരു റേഞ്ചിനുള്ളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇവിടെ ഒരു റേഞ്ചിനുള്ളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു റേഞ്ചിനുള്ളിൽ. ആ റേഞ്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു എൻട്രി, അതാണ് ഇവിടെ ഒരു കൺസെപ്റ്റ് വരുന്നത്. ഇവിടെ കണ്ട നമുക്ക് ഇൻസൈഡ് ഒരു റെഡ് ക്യാൻഡിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലായോ, ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ, ആ റെഡ് ക്യാൻഡിലിൻ്റെ ഇൻസൈഡ് ആയിട്ട് ഒരു 6 ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ക്ലോസ് ആയിട്ടില്ല, ഇതിൻ്റെ ലെഗ് ഇങ്ങോട്ട് പോയിട്ടുണ്ട്, പക്ഷെ ക്ലോസിങ് വന്നിട്ടില്ല. അതിനുശേഷം ഇവിടെ ഒരു വലിയൊരു ഇതിനെ താഴേക്ക് വന്നിട്ട് ഒരു വലിയൊരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തു. അവിടെ നമ്മൾ ഒരു എൻട്രി എടുത്തു, നേരെ ഫാളിലേക്ക് പോയി. സ്റ്റോപ്പ് ലോസ് ഇവിടെ, ഇതിൻ്റെ ഹൈ ആണ് സ്റ്റോപ്പ് ലോസ് വരിക. ഇവിടെയാണ് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് പോയിന്റ് വരുന്നത്. ഇത്രയുമാണ് ഇൻസൈഡ് ക്യാൻഡിലിൻ്റെ ഒരു കൺസെപ്റ്റ്. ഇവിടെ നമുക്ക് നോക്കിയാലും മനസ്സിലാവും. ഇത് തന്നെയാണ് ഒരു മദർ ക്യാൻഡിൽ. ഇതൊരു മദർ ക്യാൻഡിൽ, ഹൈയും ലോ നമ്മൾ മാർക്ക് ചെയ്തു. അതിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്യുന്നു. 1 2 3 4 എണ്ണം ട്രേഡ് ചെയ്തു മിനിമം. അതിനുശേഷം ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുന്നു, നേരെ നമ്മൾ ഒരു എൻട്രി എടുക്കുന്നു. സ്റ്റോപ്പ് ലോസ് ശരിക്കും ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നു. ഇത് നമുക്ക് ഇൻസൈഡ് ക്യാൻഡിൽ കൺസെപ്റ്റ് ഏത് ടൈം ഫ്രെയിമിലും നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ പരമാവധി ഒഴിവാക്കണം. കാരണം 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ വെച്ച് സക്സസ് റേറ്റ് കുറവായിരിക്കും. ഇൻട്രാഡേയിലേക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ 15 മിനിറ്റ് ഉപയോഗിക്കണം. അത് സ്റ്റോക്കിൽ ഉപയോഗിക്കാം, നമുക്ക് ഇൻഡെക്സിൽ ഉപയോഗിക്കാം, ഏത് കൺസെപ്റ്റിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു 1 അവർ ഉണ്ട്. അതായത് 1 അവറിൻ്റെ ചാർട്ട്, ഒരു ചാർട്ട് 1 അവറിൻ്റെ എടുത്തു കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സ്വിംഗ് ട്രേഡിൽ ഉപയോഗിക്കും. ഒരു 2-3 ദിവസം. ഇൻട്രാഡേ ഇടങ്ങിയ 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിലാണ് പൊതുവെ നമ്മൾ സക്സസ് റേറ്റ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്.
ഇത് എല്ലാത്തിലും വർക്ക് ചെയ്യും. ഇത് ഇൻഡെക്സിൽ വർക്ക് ചെയ്യും, സ്റ്റോക്കിൽ വർക്ക് ചെയ്യും, പിന്നെ വോളിയം ഉണ്ടായിരുന്നു അത്യാവശ്യം. അപ്പോൾ ചില ഷെയർസിന് നമുക്കറിയില്ല വെറും 3000 വോളിയം ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഷെയർസിനൊന്നും ഇത് വർക്ക് ചെയ്യില്ല. 3000 വോളിയം ഉള്ളിടത്ത് എങ്ങനെ വർക്ക് ചെയ്യാൻ? അങ്ങനെയല്ല, അത്യാവശ്യം ഒരു വോളിയം ഉണ്ടാവും. ഒരു സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഒരു ലക്ഷത്തിന് മുകളിലോ ഒരു ദിവസം ട്രേഡ് ചെയ്യുന്ന ഷെയർ ആണെങ്കിൽ അതിൽ അത്യാവശ്യം സക്സസ് റേറ്റ്, അല്ലെങ്കിൽ 3000 വോളിയം വളരെ കുറഞ്ഞ വോളിയം ഉണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല ഈ കൺസെപ്റ്റ്. സക്സസ് റേറ്റ് കൂടാനായിട്ട് നമുക്ക് ഇതിൽ സക്സസ് റേറ്റ് കൂടാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സ്റ്റോക്കിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മൾ ഗ്രീൻ ക്യാൻഡിൽ വന്നു. അപ്പോൾ നമ്മൾ ഒരു ബൈ എൻട്രി എടുക്കുമ്പോൾ അത് സ്റ്റോക്ക് ഏകദേശം 200 MA മുകളിലാണെങ്കിൽ സക്സസ് റേറ്റ് കൂടും. ഇപ്പോൾ ഈ കൺസെപ്റ്റ് വന്നിരിക്കുന്നത് 200 MA താഴെയാണ്. ഇവിടെ ഇങ്ങനെ വന്നു കൺസെപ്റ്റ് 200 MA ഇവിടെ വന്നു, ഇവിടെ ഇങ്ങനെ വന്നു ഒരു കൺസെപ്റ്റ് വന്നിട്ട് 200 MA താഴെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ സക്സസ് റേറ്റ് കുറവായിരിക്കും. പക്ഷേ 200 MA ഇങ്ങനെ പോകണു. ഇവിടെ ഒരു ഇതുപോലത്തെ ഒരു കൺസെപ്റ്റ് വന്ന് 4 എണ്ണം വന്ന് ക്രോസ് ചെയ്യുമ്പോൾ അത് കൂടും. അതുപോലെ സെല്ലിംഗ് ആണെങ്കിൽ 200 MA താഴെ ഉണ്ടെങ്കിൽ അതിൽ സക്സസ് റേറ്റ് കൂടും. അപ്പോൾ സക്സസ് റേറ്റ് കൂടാനായിട്ട് നമ്മൾ മൂവിങ് ആവറേജും കൂടി ഇട്ട് കഴിഞ്ഞാൽ സക്സസ് റേറ്റിൽ വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഇത് വന്ന ഓരോന്നിൻ്റെയും എക്സാമ്പിൾ ഒന്ന് പരിശോധിക്കാൻ പറ്റും. ഇത് എങ്ങനെയാണ് സക്സസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ICICI ബാങ്കിൻ്റെ ചാർട്ടാണ്. നമുക്കിവിടെ കാണാം ICICI ബാങ്കിൻ്റെ ഒരു ചാർട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് ഡെയിലി ടൈം ഫ്രെയിമാണ്, അതായത് ഇൻട്രാഡേ ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ്. ഇവിടെ നോക്കിയാൽ കാണാം ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ട്. ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഇതിൻ്റെ ലോ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നു, ഹൈ ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഇൻസൈഡ് ബാർ എത്ര? 1 2 3 4 5 6 7 ക്യാൻഡിൽ ഇൻസൈഡ് ബാർ നടന്നിട്ടുണ്ട്. ഇവിടെ 7 ക്യാൻഡിൽ ഇൻസൈഡ് ബാർ. അത് 8ാമത്തെ ക്യാൻഡിൽ അത് ബ്രേക്ക് ചെയ്തു, ക്ലോസ് ചെയ്തു, നേരെ മുകളിലേക്ക് പോയി. ഏകദേശം 962 ഇതിൻ്റെ ഒരു ബ്രേക്ക് ചെയ്ത പോയിന്റ്. 962 ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഏകദേശം 1020 വരെ പോയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ നമുക്കൊരു 50 രൂപയോളം ഇവിടെ ഇതിൽ കിട്ടിയിട്ടുണ്ട്. 50 രൂപയോളം പ്രോഫിറ്റ് ഇതിൽ കിട്ടിയിട്ടുണ്ട് ഈ കൺസെപ്റ്റ് വെച്ച് നമ്മൾ ട്രേഡ് ചെയ്തപ്പോൾ. ഇനി നമുക്ക് അടുത്ത മറ്റൊരു എക്സാമ്പിളിലേക്ക് പോകാം. നമ്മൾ ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ ചാർട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ട കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ ചാർട്ട് ഇൻട്രാഡേ ചാർട്ടാണിത്. ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു, നമ്മൾ ഹൈയും ലോയും മാർക്ക് ചെയ്തു. 1 2 3 4 ക്യാൻഡിൽ ഇൻസൈഡ് ബാർ ഉണ്ട്. ഇവിടെ 4 എണ്ണം ഇൻസൈഡ് ബാർ ഉണ്ട്. അത് ക്രോസ് ചെയ്തു നേരെ അപ്പ് സൈഡിലേക്ക് പോയി. അപ്പോൾ ഏകദേശം 950 വരെ പോയി. അതായത് ഏകദേശം ഇത് 810 നിന്ന് ഏകദേശം 950 വരെ പോയി. അപ്പോൾ ഏകദേശം 250 ഒരു പോയിന്റോളം നമുക്ക് ഇതിൽ 850 നിന്ന് 810 നിന്ന് 950 വരെ, 810 നിന്ന് 950 വരെ പോയി. നമുക്കിവിടെ ഒരു 140 പോയിന്റോളം ഇവിടെ ഈസി ആയിട്ട് നേടാനായിട്ട് കിട്ടി. 140 പോയിന്റ് ഇവിടെ അപ്സൈഡ് മൊമെൻറ്റം നമുക്ക് ഇതിൽ കിട്ടി. ഇത് വെച്ചിട്ട് നമ്മളിത് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് BPCLൻ്റെ ചാർട്ടാണ്. ഇത് BPCL ഇൻട്രാഡേ ചാർട്ടാണ്. BPCLൻ്റെ ഇൻട്രാഡേ ചാർട്ടാണിത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഒരു ഹൈയിലോ ഒരു റെഡ് ക്യാൻഡിൽ വന്നു. ഇവിടെ ഒരു ഹൈ, ഇവിടെ ലോ നമ്മൾ മാർക്ക് ചെയ്തു. ഇവിടെയാണ് നമുക്കൊരു എൻട്രി ഉള്ളത്. കണ്ടോ 1 2 3 4 5 ക്യാൻഡിൽ ഇൻസൈഡ് ബാർ ഉണ്ട്. 5 ക്യാൻഡിൽ അതിൻ്റെ ലോ ഏകദേശം ക്ലോസ് ചെയ്തു, നേരെ ഫാള് സംഭവിച്ചു. ഏകദേശം ഈ ഫാളിൽ നമുക്ക് ഏകദേശം 20 പോയിന്റോളം നമുക്ക് പ്രോഫിറ്റ് കിട്ടി. 20 പോയിന്റ് നമുക്കിവിടെ ഒരു പ്രോഫിറ്റ് കിട്ടി ഈ ഫാളിൽ. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ ഹിന്ദു പെട്രോ എന്ന് പറയുന്നതിൻ്റെ ചാർട്ടാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു ഹൈ, ഇവിടെ ലോ മാർക്ക് ചെയ്ത്, ഇവിടെ ഇൻസൈഡ് ബാർ 1 2 3 4 5 6 7 ക്യാൻഡിൽ ഇൻസൈഡ് ബാർ ഉണ്ട്. 7 എണ്ണം, 7 ക്യാൻഡിലാണ് ഇവിടെ ഇൻസൈഡ് ബാർ സംഭവിച്ചത്. ഇത് ഇൻട്രാഡേ ചാർട്ട്. ഇതിൻ്റെ ഹൈ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത്, ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തത് ഇവിടെയാണ്. ഹൈ ബ്രേക്ക് ചെയ്ത് ഏകദേശം 435 ഹൈ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. 435 ഹൈ, അത് ബ്രേക്ക് 430, അത് ഏകദേശം 477 വരെ പോയി. ഇവിടെ നമുക്ക് ഈസി ആയിട്ട് കിട്ടി 477. അത് ഏകദേശം 10% നമുക്ക് ഇതിൽ പ്രോഫിറ്റ് കിട്ടി. 10%. ഈ സ്ട്രാറ്റജി വെച്ചിട്ട് 10% ഇതിൽ പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിച്ചു. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഒലക്ട്ര
ഗ്രീൻ ടെക് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ്, ഒലക്ട്ര ഗ്രീൻ ടെക്. അപ്പോൾ അതിൽ ഇത് വീക്കിലി ക്യാൻഡിലാണ്, ഇത് പ്രത്യേകം നോക്കണം, ഇത് വീക്കിലി ക്യാൻഡിലാണ്, വീക്കിലി. അപ്പോൾ വീക്കിലി ക്യാൻഡിൽ നമ്മൾ ഇവിടെ നോക്കിയാലാണ് അറിയാൻ പറ്റും. കണ്ടോ, ഇവിടെ ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിലാണ് വന്നിട്ടുള്ളത്. കണ്ടോ, ഇതിൻ്റെ ഹൈയും ലോയും നമ്മൾ മാർക്ക് ചെയ്തു. ഈ ഹൈയും ലോയും ഒരു മാർക്ക് ചെയ്തു. അതുകൂടാതെ ഒരു വീക്കിലി ആകുമ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12ാമത്തെ ക്യാൻഡിലാണ് ഈ ഗ്രീൻ ക്യാൻഡിലായത്. ഇത് 12ാമത്തെ ക്യാൻഡിൽ, 12ാമത്തെ ക്യാൻഡിലിൽ ഇത് ഹൈ ബ്രേക്ക് ചെയ്തു. സൂം ഒരൊറ്റ പോക്കിട് എത്ര പോയിന്റ് പോയി നോക്കിയത്, ഇരട്ടിയിൽ കൂടുതലിട്, ഏകദേശം 700 ഇത് ഇതായിട്ടുള്ളത്, ഇരട്ടിയിൽ കൂടുതൽ ഇത് പോയിട്ടുണ്ടത്. ഉണ്ടോ, ഇവിടെ നിന്ന് ഏകദേശം ഏകദേശം ഇരട്ടി ഒരു കുറഞ്ഞ ടൈമിൽ ആണ് ഇത്രയും പോയിന്റ് കിട്ടിയത്. കണ്ട, ഈ സെയിം കൺസെപ്റ്റ് തന്നെ വെച്ചിട്ടുണ്ട്. ഇത്രയും പോയിന്റ് നമുക്ക് ഇതിൽ കിട്ടി. ഒലക്ട്ര ഗ്രീൻനാഥ് എന്ന് പറയുന്ന ഷെയറിൽ ഇത് വീക്കിലിയാണ് ഇതിൻ്റെ ചാർട്ട്. ഈ ചാർട്ട് നമ്മൾ നോക്കിയാൽ വീക്കിലിടണ്ട, വീക്കിലി ചാർട്ടിൽ നമ്മൾ നോക്കിയത് കണ്ട, ഇത്രയും പ്രോഫിറ്റ് നമുക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് സാധിച്ചു. അതുകൂടാതെ വീക്കിലി ഇതിൽ മറ്റൊരു കണ്ടീഷൻ അതിന് ശേഷം വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. വീക്കിലി ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ ഹൈയും ഇതിൻ്റെ ലോയും ഇവിടെ മാർക്ക് ചെയ്താൽ ഇവിടെ ഇത് ഹൈ കട്ട് ചെയ്തു, നേരെ സൂം പോയി. കണ്ട, ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഒരു കൺസോളിഡേഷൻ തന്നെയാണിത്. ഇതൊരു ഇൻസൈഡ് ബാർ സ്ട്രാറ്റജിയുടെ ഇവിടെ. അടുത്ത എക്സാമ്പിൾ നമ്മൾ നോക്കാൻ പോകുന്നത് LICയുടെ, നമ്മളെ LIC ഇപ്പോൾ വന്ന LICയുടെ ഒരു ചാർട്ട് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഇത് വീക്കിലി ചാർട്ടാണിത് LICയുടെ. അപ്പോൾ ഈ LICയുടെ വീക്കിലി ചാർട്ടിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ ഒരു ഇൻസൈഡ് ബാർ ഇവിടെ ഒരു റെഡ് ക്യാൻഡിലാണ് വന്നിട്ടുള്ളത്. ഹൈ ലോ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ 1 2 3 5 ക്യാൻഡിലാണ് ഇൻസൈഡ് ബാർ വന്നിട്ടുള്ളത്. 5 ക്യാൻഡിൽ ഹൈ ലോ, ഇതിൻ്റെ ലോ നേരെ മാർക്ക് ചെയ്ത് നേരെ സൂം നേരെ താഴേക്ക് ഫാളോ ചെയ്ത്. കണ്ട, അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഇവിടെ നേടാനായിട്ട് സാധിച്ചിട്ട് നമുക്ക്. ഇപ്പം നമ്മൾ നോക്കിയതൊക്കെ സ്റ്റോക്കിലാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അതായത് സ്റ്റോക്കിൽ നമ്മൾ ഇൻട്രാഡേയും നോക്കി, അതുകൂടാതെ വീക്കിൽ. ഇനി നമുക്ക് ഇൻഡെക്സിൽ നോക്കാം, നിഫ്റ്റിയിൽ നമുക്ക് നോക്കണം, നിഫ്റ്റിയിൽ നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ് പറഞ്ഞത്, സക്സസ് റേറ്റ് കിട്ടാനായിട്ട് 5 മിനിറ്റിൻ്റെ പരമാവധി ഒഴിവാക്കുക. ഇൻട്രാഡേ ഇടങ്ങിയാൽ 15 മിനിറ്റിൻ്റെ ഇൻട്രാഡേക്ക് ഉപയോഗിക്കുക. അതുകൂടാതെ സിംഗിളിടങ്ങിൽ 1 ഹവറിൽ ഉപയോഗിക്കുക. അപ്പോൾ അതുപോലെ ഇൻഡെക്സിലിടങ്ങിൽ 5 മിനിറ്റ് പരമാവധി ഒഴിവാക്കിയിട്ട് 15 മിനിറ്റിൽ എടുക്കുക. നമുക്ക് ഇൻഡെക്സിൻ്റെ നോക്കാം, നിഫ്റ്റി ആദ്യം നോക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് നിഫ്റ്റിയുടെ ഒരു ചാർട്ട് പാറ്റേണിലാണ്. നിഫ്റ്റിയുടെ ചാർട്ട് പാറ്റേൺ എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നോക്കിയാൽ ഫെബ്രുവരി 2-ാം തീയതി 15 മിനിറ്റിൻ്റെ എടുത്ത് ചാർട്ട്, നിഫ്റ്റിയുടെ ചാർട്ട് ആണത്. 15 മിനിറ്റിൻ്റെ നിഫ്റ്റിയുടെ ചാർട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ ഫെബ്രുവരി 2-ാം തീയതി കണ്ട ഒരു ഇൻസൈഡ് ബാർ ഇവിടെ വന്നിട്ടുള്ളത്. കണ്ട, വലിയൊരു ക്യാൻഡിൽ വന്നു. അതിൻ്റെ ഉള്ളിൽ തന്നെ 1 2 3 4 5 6 ക്യാൻഡിലാണ് അതിൻ്റെ ഉള്ളിൽ. അത് ബ്രേക്ക് ചെയ്ത് അത്യാവശ്യം നല്ല പോയിന്റ്, അത്യാവശ്യം ഒരു 100 പോയിന്റിൽ മുകളിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ട, നമുക്ക് നല്ലൊരു പെട്ടെന്നൊരു കയറ്റത്തിൽ 100 പോയിന്റ് മുകളിൽ ഇവിടെ നമുക്ക് ഏൺ ചെയ്യാനായിട്ട്. അതുകൂടാതെ നമുക്ക് വേറൊരു ചാർട്ട് പാറ്റേൺ കൊണ്ട് നോക്കാം നിഫ്റ്റിയിൽ തന്നെ. അല്ല, ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് എന്നിടത് ഫെബ്രുവരി 8-ാം തീയതി. നമുക്കിവിടെ ഹൈ ലോയും മാർക്ക് ചെയ്താൽ കാണാൻ പറ്റും. കണ്ട, ഹൈ ഇവിടെ ലോ, ഇതിൻ്റെ ഉള്ളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ 3 4 5 6 7 8 10 12 ക്യാൻഡിലോളം ഇതിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്തു. അത് ഫാളോ ചെയ്ത് ഏകദേശം ഒരു 50 പോയിന്റോളം നമുക്ക് ഇവിടെ കിട്ടി, ഈസി ആയിട്ട് കിട്ടി നമുക്ക്. അതുകൂടാതെ നമുക്ക് അടുത്ത എക്സാമ്പിൾ ഉണ്ടോ എന്ന് നോക്കാം. ഇനി ബാക്കിലേക്ക് നമുക്ക് പോയി നോക്കാം അടുത്ത എക്സാമ്പിൾ. യെസ്, അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ കണ്ടെത്തി. കണ്ട, ഇതിൻ്റെ ഹൈ ഇവിടെ മാർക്ക് ചെയ്തു, ഇവിടെ നമുക്ക് ലോ മാർക്ക് ചെയ്തു. അതിൻ്റെ ഉള്ളിൽ തന്നെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇൻസൈഡ് ബാറ് ഈ ക്യാൻഡിൽ ക്രോസ്, പക്ഷെ ചെറിയൊരു സിംഗപ്പ് നമ്മൾ ഇതുവരെ നോക്കിയാലൊക്കെ ഒരു സിംഗപ്പ് വന്നിട്ടില്ല ഇവിടെ. എന്നാലും നമ്മൾ സ്റ്റോപ്പ് ലോസ് പോയിന്റ് ഇവിടെയാണ് വരുന്നത്. സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല. നമ്മൾ ഇപ്പോൾ ചെയ്ത ഒറ്റ എക്സാമ്പിളും നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒരിക്കലും ഹിറ്റായിട്ടില്ല. അതാണ് ഇതിൻ്റെ ഭംഗിയല്ല ബ്യൂട്ടി എന്ന് പറയുന്നത്. കേട്ടോ, നേരെ കുറച്ച് കയറി നമ്മളത് പേടിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, നേരെ ഫാളോ ആയി. കേട്ടോ, വളരെ വലിയൊരു പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. കേട്ടോ, ഇവിടെ നിന്ന് ഇത്ര പോയിന്റ് താഴ്ന്നിട്ടുള്ളത്.
നമ്മളെ ഇതുവരെ എക്സാമ്പിൾ ഒരു സ്റ്റോപ്പ് ലോസ് നമ്മൾ ഹിറ്റായി പോയിട്ടില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ ഫിൻ നിഫ്റ്റിയിൽ എടുത്തു നോക്കാം. ഫിൻ നിഫ്റ്റിയുടെ നമുക്ക് നോക്കിയാൽ ഉണ്ടാ ഇവിടെ നമ്മൾ ഒരു മാർക്ക് ചെയ്താൽ ഒരു റെഡ് ക്യാൻഡിൽ വന്നു, ഇവിടെ റെഡ് ക്യാൻഡിൽ വന്നു. അതിൻ്റെ ഉള്ളിൽ 1 2 3 4 5 6 7 ക്യാൻഡിലോളം അവിടെ ട്രേഡ് ചെയ്തു. അതിനുശേഷം ഈ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തു. നല്ല അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പ്രോഫിറ്റ് ഇവിടെ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ ബാക്കിലേക്ക് പോയി നോക്കിയാൽ ഇനി നമുക്ക് എക്സാമ്പിൾസ് കിട്ടും. ബാക്കിലേക്ക് പോയി നോക്കാം. ഇവിടെ നമുക്ക് ഒരു ക്യാൻഡിൽ ഫോർമേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിന് ഹൈ കട്ട് ചെയ്തത് ഈ ക്യാൻഡിലാണ്. ഈ ക്യാൻഡിൽ ഹൈ കട്ട് ചെയ്തതിലും അത്യാവശ്യം ഒരു പുൾ ബാക്ക് താഴേക്ക് വന്നു. പക്ഷേ നമ്മൾ സ്റ്റോപ്പ് ലോസ് പോയിന്റ് ഇതിൻ്റെ ലോ ആണ് വെക്കുന്നത്. ആ ലോ ഇതേവരെ ബ്രേക്ക് ചെയ്തില്ല. നേരെ വീണ്ടും അത്യാവശ്യം ചെറിയൊരു പ്രോഫിറ്റ് ഇവിടെ നമുക്ക് കിട്ടി. ചെറിയത് നമുക്ക് എന്തായാലും ലോസ് ഇല്ല, ഇവിടെ ചെറിയ പ്രോഫിറ്റ് നമുക്ക് ഇവിടെ കിട്ടി. പക്ഷെ ഇവിടെ നമുക്ക് നോക്കിയാൽ ഇവിടെയും അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടി. ഇതും ഒരു ഇൻസൈഡ് ബാർ സ്ട്രാറ്റജി തന്നെയാണ്. വളരെ വലിയൊരു 3 4 5 6 7 8 10 ഒരു 10 12 ക്യാൻഡിലോളം ഇവിടെ നമ്മൾ ട്രേഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ക്യാൻഡിലാണ് ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ ഇതാണ്. അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റുള്ള നമുക്ക് കിട്ടി. ഒരു 200 പോയിൻറ്റോളം ഇതിലൊരു പ്രോഫിറ്റ് കിട്ടി. ഇവിടെ നമുക്കൊരു 200 പോയിൻറ്റോളം ഈ ഏരിയയിൽ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം പ്രോഫിറ്റ് ഇല്ല. അപ്പോൾ നേരത്തെ കണ്ടതിൽ നല്ല പ്രോഫിറ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സാമ്പിൾസ് ഇഷ്ടം പോലെ കിട്ടും. നമുക്ക് ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ഇൻസൈഡ് ബാർ, ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. അതിൻ്റെ ഉള്ളിലാണ് ട്രേഡ് ചെയ്തിരിക്കുക. ഏകദേശം ഒരു 4 ക്യാൻഡിൽ ട്രേഡ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ മുകളിൽ ട്രേഡ് ചെയ്തു. പെട്ടെന്ന് ഒരു ഹൂജ് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് 2 ക്യാൻഡിൽ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പെട്ടെന്ന് കയറി ഇവിടെ ഒരു 4 ക്യാൻഡിൽ ആണിത്. അപ്പോൾ ഇത്രയുമാണ് ഒരു ഇൻസൈഡ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു മദർ ക്യാൻഡിൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയ ഒരു എക്സാമ്പിളിലും സ്റ്റോപ്പ് ലോസ് ഞാനിപ്പോൾ കുറേ തപ്പിയിട്ടാണ് സ്റ്റോപ്പ് ലോസ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ നോക്കിയാലും ഒരു എക്സാമ്പിളിലും സ്റ്റോപ്പ് ലോസ് നമ്മളെ ഹിറ്റായിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സക്സസ് റേറ്റ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ 200 മൂവിങ് ആവറേജ് 200 ഇട്ട് നോക്കാം നമുക്ക്. അപ്പോൾ സക്സസ് റേറ്റ് കൂടും. അതായത് മൂവിങ് ആവറേജ് മുകളിലേക്ക് സ്റ്റോക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ മൂവിങ് ആവറേജ് ഇവിടെ നിൽക്കുന്നു. അപ്പോൾ ഇതിൽ സക്സസ് റേറ്റ് കൂടും. താഴേക്കിടെങ്കിൽ മൂവിങ് ആവറേജ് താഴെ. അപ്പോൾ നമ്മൾ താഴെ നോക്കുകയാണെങ്കിൽ മൂവിങ് ആവറേജ് പ്രൈസിന് മുകളിലായിരിക്കണം. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ നമുക്ക് സക്സസ് റേറ്റ് കുറച്ചും കൂടി കൂടും. നമുക്ക് ഇപ്പോൾ നോക്കിയപ്പോൾ ഒരു എക്സാമ്പിളും കൂടി കണ്ടത് ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ കിട്ടി. ഇവിടെ ഇതാണ്. ഇത് നമ്മൊരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതിന് താഴെ വന്നു. അത്യാവശ്യം നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. ഇവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും അത് ചെക്ക് ചെയ്യുക. ഒരു ബാക്ക് ടെക്സ്റ്റ് ഒക്കെ എടുത്തിട്ട് ചെക്ക് ചെയ്യുക നിങ്ങൾ എല്ലാവരും. എന്നിട്ട് സക്സസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളെ കൂട്ടാം ഈ സ്ട്രാറ്റജി. അപ്പോൾ ഇത്രയുമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ മുന്നേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മളെ ഇതിൻ്റെ സക്സസ് റേറ്റ് പറയാൻ 200 MAക്ക് മുകളിലാണെങ്കിൽ സക്സസ് റേറ്റ്. പിന്നെ ഇൻഡെക്സ് സ്റ്റോക്ക് അതിലൊക്കെ നമ്മൾ ഇത് വർക്ക് ചെയ്യും. വോളി ഇല്ലാത്തല്ലോ. ഇപ്പോൾ വെറും 3000 ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കിൽ ചെന്നിട്ട് ഈ സ്ട്രാറ്റജി ഒരിക്കലും വർക്കാവില്ല. പിന്നെ 5 മിനിറ്റിൻ്റെ പരമാവധി ഒഴിവാക്കുക. 5 മിനിറ്റിൻ്റെ വർക്കാവാൻ ഒരിക്കലും 5 മിനിറ്റല്ലേ ഉള്ളൂ. അതുകൊണ്ട് അത് സക്സസ് റേറ്റ് കുറവായിരിക്കും. ട്രാഡ് ആണെങ്കിൽ 15 മിനിറ്റും, സിംഗ് ആണെങ്കിൽ 1 ഹവറും. നമ്മൊരു ഷോർട്ട് ടേം ഇടങ്കിൽ ഒരു ഇൻട്രാഡേ ഡെയിലി ടൈം ഫ്രെയിമും അത് ഒരു മീഡിയം ടൈമിലുണ്ടെങ്കിൽ നമുക്കൊരു വീക്കിലി ടൈം ഫ്രെയിമിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എക്സാമ്പിൾ എല്ലാവരും കണ്ടു. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടിയും കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രൂപപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.